ഹലോ ഗൈസ്, ഞങ്ങളൊരു ചക്കരപ്പരട്ടി അലുവലാക്കാൻ പോകുന്നേ. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്നൊരു ശർക്കര വരട്ടിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ശർക്കര വരട്ടി എങ്ങനെയാണ് പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ 4 ഏത്തക്ക എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിനി നമുക്ക് കയ്യിൽ ചെറിയ എണ്ണയൊക്കെ തൂത്തേച്ച് ഇതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞിട്ട് വെള്ളത്തിലോട്ടിട്ട് കൊടുക്കാം. വെള്ളത്തിൽ ഞാൻ മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് വെള്ളത്തിൽ നിന്ന് ഇതൊന്ന് തോരാനായിട്ട് വയ്ക്കണം. അതിനുശേഷം നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഇതിപ്പോൾ തോർന്ന് വന്നിട്ടുണ്ട്. നമുക്കിത് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തെടുക്കുമ്പം എല്ലാം ഒരേ വലുപ്പത്തിൽ കട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ ചിലത് മൂത്ത് പോകും, ചിലത് അകം വേഗാതെയും കിടക്കും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ച് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് വേണ്ടത് ഒരു 4 ചെറിയ പീസ് ചുക്ക് എടുത്തിട്ടുണ്ട്, 1 ടീസ്പൂൺ ജീരകം, അതുപോലെ ഒരു 8-10 കുരുമുളക്, പിന്നെ ഒരു 4 ഏലക്കായുടെ തൊലി കളഞ്ഞ് കുരു എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ നമുക്കിനി ശർക്കര പാനിയാക്കി എടുക്കണം. ഞാനിവിടെ ശർക്കര പാനിയാക്കി അരിച്ചെടുത്തിട്ടുണ്ട്. ഒരു വലിയ ഉണ്ട് ശർക്കരയാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇനി നമുക്ക് സ്റ്റൗ ഓണാക്കാം. അതിനുശേഷം ഫ്രൈ ചെയ്യാനായിട്ടുള്ള ഒരു പാത്രം വച്ചു കൊടുക്കാം. ഇനി പാൻ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ നമുക്കിതിലോട്ട് ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം മീഡിയത്തിലോട്ടാക്കി കൊടുത്തതിന് ശേഷം നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഏത്തയ്ക്ക നമുക്കിട്ട് കൊടുക്കാം. ഏത്തയ്ക്ക കുറേശ്ശെ ഇട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. അല്ലെങ്കിൽ ഒരുപാട് ഇട്ട് കഴിയുമ്പോൾ ചിലപ്പോൾ കുഴഞ്ഞു പോകും. അതുപോലെ തന്നെ ഇട്ടപാട് നമ്മൾ സ്പൂൺ ഇട്ട് ഇളക്കരുത്. കുറച്ച് നേരം കഴിഞ്ഞതിന് ശേഷം നമ്മളിതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് നമ്മൾ ഏത്തയ്ക്ക ഇട്ടിരിക്കുന്നത്. അതിനുശേഷം ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാൻ. അല്ലെ പെട്ടെന്ന് ഇത് പുറമേ നന്നായിട്ട് മൂത്തിട്ട് അകം വേവാതെ കിടക്കും, ക്രിസ്പി ആവില്ല. ഇടയ്ക്ക് മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. ഇതിപ്പോൾ ഇവിടെ ആയിട്ടുണ്ട്. ഞാനിത് കോരി എടുക്കുകയാണ്. ഇനി ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും കൂടി ഫ്രൈ ചെയ്തെടുക്കാം. ഇത് മൊത്തം ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് അടുപ്പിലോട്ടൊരു അടികട്ടിയുള്ള പാത്രം വെച്ച് കൊടുക്കണം. ഇതിലോട്ട് നമ്മൾ ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര ചേർത്ത് കൊടുക്കാം. ഇനി തരിച്ച് വെച്ചിരുന്നതാണ്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം. ഒറ്റനൂൽ പരുവം കഴിഞ്ഞിട്ട് ഒരല്പം കൂടി കട്ടിയായി കിട്ടണം. ആ സമയത്ത് വേണം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഏത്തയ്ക്ക ചേർത്ത് കൊടുക്കാൻ. ഈ സമയത്ത് ഇതിലോട്ട് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ആ കൂട്ട് ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 3 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും ചേർത്ത് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ചുക്കും കുരുമുളകും അതെല്ലാം കൂടി പൊടിച്ചെടുത്ത് വെച്ച കൂട്ടാണിത്. ഇപ്പോൾ നമ്മുടെ ശർക്കരപ്പാനി പരുവമായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ഏത്തയ്ക്ക ചേർത്ത് കൊടുക്കാം. ശർക്കരപ്പാനി ഒരല്പം കൂടുതലുണ്ട്. ഞാൻ എടുത്ത ഏത്തയ്ക്കയ്ക്ക് കറക്റ്റ് പരുവമായിരുന്നു. പക്ഷേ വറുത്ത് കോരി കഴിഞ്ഞപ്പോൾ കുറച്ച് കൊച്ചെടുത്തുകൊണ്ട് പോയി. അതുകൊണ്ട് അല്പം ശർക്കരപ്പാനി കൂടുതലുണ്ട്. ഞാൻ കുറച്ച് കോരി മാറ്റുന്നുണ്ട്. ഇനി ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന കൂട്ട് ചേർത്ത് കൊടുത്ത് നമുക്കിത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇപ്പം ഞാൻ സ്റ്റൗ ഓഫാക്കിയിട്ടുണ്ട്. ഇനി ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് പൊടി ചേർത്ത് ഇതുപോലെ ഇളക്കി യോജിപ്പിച്ച് അങ്ങ് എടുത്താൽ മതി. ഇത് ഇരിക്കും തോറും തണുക്കും തോറും ഇത് മുറുക്കമായി വന്നോളും. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പൊടി ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഇച്ചിരി ടൈറ്റായിട്ടുണ്ട്.
ഇപ്പം നമ്മുടെ ശർക്കര വരട്ടി പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എത്ര പെർഫെക്റ്റ് ആയിട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നതെന്ന്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. ഞങ്ങൾ കഴിച്ചു നോക്കിയായിരുന്നു, നിങ്ങൾ കഴിച്ചു നോക്കണേ. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. ടാറ്റാ ബൈ.